Hello friends, welcome back to my channel. It's a Z Cooking World. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോസ് റെസിപ്പീസുമായിട്ടൊന്നും അല്ല കേട്ടോ. കുഞ്ഞു ടിപ്സുകളുമായിട്ടാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഫസ്റ്റ് ആയിട്ട് തന്നെ എന്നെപ്പോലെ കിച്ചണിൽ കുറച്ച് സ്ഥലമുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ. ഇത് നമ്മളുടെ OTG ഓവനാണ്. അതിനകത്താണ് ഞാൻ മുട്ടയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളത്. പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ടൂൾസൊക്കെ അതൊക്കെ ഞാൻ അതിൽ തന്നെ വെക്കാറാണ് പതിവുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ രണ്ടാമതായി കാണിക്കുന്നുള്ളത് നമ്മളുടെ മൺചട്ടിയിലെ അത് എങ്ങനെ നീറ്റാക്കി കഴുകിയെടുക്കാമെന്നുള്ളതാണ്. അതിലേക്ക് ഒരിക്കലും നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. സോപ്പ് പോലത്തെ പദാർത്ഥങ്ങളൊന്നും അതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് പറ്റിപ്പിടിച്ചിരിക്കും. മൺചട്ടിയല്ലേ, അത് കാരണം ഓരോ സുഷിരങ്ങളായിട്ടും അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ എപ്പോഴും മൺചട്ടി നമ്മൾ കഴുകിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വൈറ്റ് പൂപ്പലൊക്കെ ആയിട്ട് നിൽക്കൂലേ, അതൊന്നും നിൽക്കല. ഈ ഉപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കഴുകുകയാണെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഒരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് വെക്കണം. അത് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് വെള്ളം ഫുള്ള് മൊത്തത്തിൽ കുതിർന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഉപ്പിട്ടിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കഴുകി എടുത്തിട്ട് വെച്ചാൽ മതി. പിന്നെ കുറേ കാലത്തേക്ക് എടുക്കാതെ വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലില്ലേ, അത് തേങ്ങെണ്ണ അത് മൊത്തത്തിൽ പുരട്ടിയിട്ട് വെച്ചാൽ മതി. ഇത് ഉണങ്ങിയതിന് ശേഷം എന്നിട്ട് നമ്മൾക്കതിനെ സൂക്ഷിക്കാം. വർഷങ്ങളോളം ഒന്നും ആവില്ല, ഒരു പൂപ്പലും വരില്ല, ഒന്നും ആവില്ല, നേരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്ക്, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു മൺചട്ടി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഓട്ട എങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ ഗ്രീൻ ബനാനയിലെ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗ്രീൻ ബനാന, അത് നേന്ത്രപ്പഴത്തിന് തന്നെ മറ്റേ മങ്കക്കായ അങ്ങനെയൊക്കെ പറയുന്നില്ല, പച്ചക്കായ എന്നല്ല പറയുന്നില്ല, അതൊന്നുമല്ല, നേന്ത്രക്കായയാണ്, പച്ച നേന്ത്രക്കായാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു 5-6 ദിവസം ഇതുപോലെ തന്നെ വാങ്ങിയതുപോലെ തന്നെ ടേബിളിൻ്റെ മേലെ ഇങ്ങനെ കെട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പഴുത്ത നേന്ത്രപ്പഴയിലെ അതായി കിട്ടും കേട്ടോ. ഇത് നല്ല സ്വാദുമാണ്, നല്ല മധുരം ഉണ്ടാകുന്നു. നമ്മൾ സാധാരണ പഴുത്ത തന്നെ ആയിട്ട് നേന്ത്രപ്പഴം വാങ്ങിക്കുമ്പോൾ അതൊരു പുളിപ്പൊക്കെ ആയിട്ടല്ലേ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇതിനെ പുകയിട്ടിട്ടൊക്കെ പഴുപ്പിച്ചെടുക്കാം, പക്ഷെ അതിനൊരു പുളിപ്പാണ് ഉണ്ടാവുന്നുള്ളത് എനിക്ക് സാധാരണ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ 4-5 ദിവസമൊക്കെ ഇതേ കവറിൽ തന്നെ കെട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള നേന്ത്രപ്പഴം നമുക്ക് കിട്ടും. ഇവിടെയൊക്കെ നേന്ത്രപ്പഴത്തിന് ഭയങ്കര പൈസയാണ്. അപ്പോൾ പച്ച നേന്ത്രപ്പഴത്തിന് അത്ര പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പ് എത്രത്തോളം വൃത്തികേടായിട്ടുണ്ടെന്ന് കണ്ടല്ലേ, എത്ര നീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്നും കണ്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ. അതും ഞാൻ കൊക്കക്കോല വെച്ചിട്ടാണ് മെയിൻ ചെയ്യുന്നുള്ളത്. ഇത് നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് അതിൻ്റെ അഴുക്കുകളൊക്കെ അതിൽ നിന്ന് ഇളകിപ്പോരുന്നുള്ളത്. ഇത് അതിൻ്റെ ബർണറൊക്കെ അതിൽ മുങ്ങത്തക്ക പാകത്തിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്, സോഡിയം ബൈകാർബണേറ്റ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല റിയാക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡിസിൻഫെക്റ്റഡ് കില്ലറില്ല, അത് ഏതായാലും കുഴപ്പമില്ല.
ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളത് ഹാർപ്പിക്കാണ്. അത് നല്ലോണം റിയാക്ഷനായിട്ട് ഇങ്ങനെ പൊങ്ങി തിളച്ച് മറിയുന്ന പോലെ ആയിട്ട് വരുന്നുണ്ട് ഹാർപ്പിക്ക് ഒഴിക്കുന്ന ടൈമിൽ. അപ്പോൾ കുറച്ച് പകുതിക്കായിട്ട് നമ്മൾ ഇത് ഒഴിച്ചെടുത്താൽ മതി. ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലോണം പതിഞ്ഞിട്ട് പുറത്തേക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾക്ക് ഇത് കൂടുതലാക്കിയിട്ട് തയ്യാറാക്കി വെക്കുന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ക്ലീനറിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫുള്ള് മൊത്തത്തിലായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിതാ ഞാൻ ഈ ഗ്യാസ് സ്റ്റോപ്പിന് മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഇതിന് മേലത്തെ അതും അതിൻ്റെ ബർണറൊക്കെ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. എനിക്കിവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വൃത്തികേടാവാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വെച്ചതാണ് കേട്ടോ. എന്നാലല്ലേ നമ്മളിങ്ങനെ ലൈവായിട്ട് റിസൾട്ട് കാണിക്കുമ്പോൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് കുറേ മണിക്കൂറൊന്നും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. അപ്പോഴത്തേനും നമ്മളൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഉരച്ചെടുക്കാം. അപ്പോൾ കാണാം ഇതിൻ്റെ മാജിക് എത്രത്തോളം ഇത് ക്ലീനായി കിട്ടുന്നുണ്ടെന്ന്. ഇതിൻ്റെ ബർണറൊക്കെ ഇതിലേക്ക് മുങ്ങത്തക്ക ഭാഗത്തിനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ 4 ബർണറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഗ്യാസ് ഒന്നും വരാത്ത പോലെ ഓരോ ടൈമിൽ ഫ്ലെയിം തീരെ ഓണേ ആവത്തില്ല. പിന്നെ ഞാൻ ഇപ്പുറത്തുനിന്ന് മറ്റേ പേപ്പറിലൊക്കെ ആയിട്ട് തീ ഓപ്പണാക്കി കൊടുത്താൽ അതിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഡേഞ്ചർ അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഹോൾസിലൊക്കെ എന്തെങ്കിലുമൊക്കെ അടുപ്പുണ്ടെങ്കിൽ അതൊക്കെ നീറ്റായി കിട്ടും. ഇത് കണ്ടാൽ ഞാൻ അത്ര ഒരത്തിലായിട്ടൊന്നുമില്ല അവർക്കെന്നുള്ളത് ഇതിനെ ക്ലീൻ ചെയ്യുന്നുള്ളത്. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ തന്നെ ഇത് നല്ല പോലെ ഇങ്ങനെ ഇളകി പോരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ്. എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്ക്. ഹാർപ്പിക്കൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ കൊക്കക്കോല സാധാരണ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടല്ല വാങ്ങിക്കുക. അപ്പോൾ കൊക്കക്കോല കൊണ്ട് എന്തൊക്കെയോ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുകൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ഇതാണ്. അതൊന്നും നമ്മൾ കഴിക്കാതിരിക്കലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും നമ്മൾ വാങ്ങി കഴിക്കലുണ്ട്. പേസ്റ്റ് വെച്ചിട്ടൊക്കെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പും കിച്ചൺ ടിപ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക്. ഇത് നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. സെയിം മറ്റേ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഉരച്ചെടുക്കുന്നതാണ്. അത് നല്ല പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഈ ഗ്യാസിന് വാങ്ങിച്ചിട്ട് ഒരു 9-10 വർഷം ആയി ഇത് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ കേട്ടോ. ഈ സൊല്യൂഷൻ തന്നെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ല ചേലിൽ തന്നെ ഇത് കത്തുന്നുണ്ടാവുക. നല്ല പാങ്ങിൽ നല്ല ഹൈ ഫ്ലെയിമായിട്ട് തന്നെ ഇത് കത്തുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം വൃത്തിയായിട്ടും കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കട്ടോ. എല്ലാവർക്കും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും, ഉറപ്പാണ്. ഇതിൻ്റെ ഫസ്റ്റായിട്ട് അതിൽ കുറേ കറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുവിധം ഞാൻ ഇതുപോലത്തെ സൊല്യൂഷനൊക്കെ ആക്കിയിട്ട് ക്ലീൻ ചെയ്തത് കൊണ്ടാണ് ഇത്രയ്ക്കും വൃത്തിയായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുള്ളത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ അലുമിനിയം ഫോയിൽ കൊണ്ടാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ നമ്മൾക്ക് നെട്ടിക്കും അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് അലുമിനിയം ഫോയിൽ കൊണ്ട് ചെയ്യാനുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് മാത്രമേ അലുമിനിയം ഫോയിൽ കൊണ്ടുള്ളതും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ കൂടുതൽ അലുമിനിയം ഫോയിലിൻ്റെ ടിപ്സ് ഉൾപ്പെടുത്താം. ഇതെൻ്റെ മോൻ്റെ കാലിൻ്റെ എപ്പോഴും ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷേ നാട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ കാണിച്ച് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പണി നാട്ടിൽ പോയി പാട് ഡോക്ടറെ കാണിക്കലാന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടുത്തെ പൊടി അലർജി ആവുന്നതുകൊണ്ടാണ് ഇവനിക്ക് ഇങ്ങനെ വരുന്നതെന്ന്. ഷൂ തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഷൂ തന്നെയാണ് കമ്പൽസറി യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് വാസ്ലീന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടായിട്ട് നമുക്ക് ഈ
ഫോയിൽ കൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിട്ട് ഒരു 2-3 ദിവസം ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾക്ക് അവൻ്റെ ആ ഇതൊക്കെ ഫുള്ള് വിണ്ട് കീറിയിട്ടൊക്കെ ഉണ്ടാകുന്നില്ലേ, അതൊക്കെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും അവനക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ തേക്കാൻ. ഞാൻ ഉത്സാഹിച്ചിട്ട് തേക്കാമെന്ന് പറഞ്ഞിട്ട് എത്തിയാൽ മാത്രമേ അവന് തേച്ചിട്ട് ഉറങ്ങുള്ളൂ. അല്ലാത്ത ടൈമിലൊന്നും ഇത് ഇങ്ങനെ ചെയ്യാറില്ല. അത് കാരണമാണ് ഇവന് ഇത് വിട്ട് മാറാത്തുള്ളത്. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് അടുത്ത ടിപ്പ്, നമ്മളുടെ കയ്യിൽ സോപ്പിൻ്റെ പൊതിയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ടൂറൊക്കെ പോകുന്ന ടൈമിൽ സോപ്പൊക്കെ കൊണ്ടുപോയിട്ട് ആ ബാത്റൂമിൽ നിന്നൊക്കെ വീണ്ടും നമ്മളുടെ ബാഗിലൊക്കെ ആക്കുമ്പോൾ അത് ഫുൾ അലിഞ്ഞിട്ട് വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുക. പക്ഷേ ഇങ്ങനത്തെ അലുമിനിയം ഫോയിൽ നമ്മളുടെ കയ്യിൽ അപ്പോഴും അവിടെ നിന്ന് പാർസൽ ഫുഡൊക്കെ വാങ്ങിയിട്ടാകുമ്പോൾ കിട്ടുമല്ലേ. അപ്പോൾ അതിലേക്ക് ഈ സോപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നും ആവില്ല, അതിൻ്റെ സ്മെല്ലൊന്നും നഷ്ടപ്പെടുകയില്ല. നല്ല വൃത്തിക്ക് തന്നെ നമ്മളുടെ ബാഗിൽ സൂക്ഷിക്കാവുന്നതും ആണ്. അടുത്ത ടിപ്പ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ ഈ പൈപ്പൊക്കെ അല്ലേ, അതൊക്കെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ അല്ലേ നമ്മളുടെ അടുത്ത് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഫോയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്ക്രബ്ബർ അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഈ ഫോയിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ചുരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല നീറ്റായിട്ട് കണ്ണാടി പോലെ പളപളാ തിളങ്ങുന്നല്ലോ പറയുന്നില്ലേ, അതുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും യൂസ് ചെയ്തിട്ട് നോക്ക്, ഒരുപോലെ യൂസ്ഫുൾ ആകും. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗോതമ്പ് മാവില്ലേ അത് ഇട്ടാ, ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പീനട്ടില്ലേ കടല, ആ കടലനെ പൊടിച്ചിട്ട് ഇടുകയാണെങ്കിലും നല്ലതാണ്. ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് എലീനായെങ്കിലും പല്ലീനായെങ്കിലും പാറ്റനായെങ്കിലും കൂറനെല്ലാം ആയെങ്കിൽ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നെ മെയിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഹാർപ്പിക്കാണ് കേട്ടോ. ഈ ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് നമ്മൾക്ക് വെറും ചോറ് നമ്മൾ മോട്ടാരിൻ്റെ മറ്റേ പാലക്കാട് മട്ടാരിൻ്റെ ആ ചോറിലേക്കും ഇതുപോലെ വെറും ചോറിലേക്ക് തന്നെ ഇത് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടും വെക്കുകയാണെങ്കിൽ നമ്മളുടെ എലി പെരിച്ചായി അതുപോലെ പല്ലി ഈ കൂറ പാറ്റ അതൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് തല തെറിച്ച് ഓടുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓടിപ്പോവും, ഇല്ലെങ്കിൽ ചത്തിട്ട് പോകും കേട്ടോ. നമുക്കത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചത്തിട്ടുണ്ടോ ഇല്ല എന്നൊന്നും കാണലൊന്നുമില്ല. നാട്ടിൽ പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ രാത്രി കാലങ്ങളിലാണ് ഇത് ചെയ്തിട്ട് നമ്മൾ വീടിൻ്റെ പുറത്ത് ഇത് വരുന്ന സ്ഥലം എവിടെയാണ് ഓരോ മൂലക്ക് നമുക്ക് ഇവിടെ കൂടുതലും കൂറയില്ലേ പാറ്റൻ്റെ കുഞ്ഞു പാറ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടാകുമ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.